നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രതിഭ MLAയുടെ കാല് വാരിയത് സ്വന്തം പാർട്ടിക്കാർ തന്നെയാണ് എന്നുള്ള ആരോപണം ശക്തമാകുന്നു. മകനെ തൂക്കിയത് സഖാക്കൾ തന്നെയാണ്. പ്രതിഭ കൂടെ നിൽക്കുന്നവരെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ BJP കൊടുക്കുന്നത്. പ്രതിഭ MLAയെ പിന്തുണച്ചുകൊണ്ട് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ രംഗത്തേക്ക് വന്നിരിക്കുന്നത് ഇപ്പോൾ വലിയ ചർച്ചയായി മാറുകയാണ്. ഇനി പ്രതിഭയെ BJPയിലേക്ക് ചൂണ്ടാനുള്ള ഒരു നീക്കമാണോ ഇതെന്ന ചോദ്യവും ശക്തമാകുന്നു. പ്രതിഭയ്ക്കെതിരായ സൈബർ ആക്രമണം ജുഗുപ്സാവഹമെന്നാണ് ഗോപാലകൃഷ്ണൻ പ്രതികരിച്ചത്. വളഞ്ഞിട്ട് സൈബർ ആക്രമണം നടത്തി മാനസികമായി പീഡിപ്പിക്കുന്ന രീതിയോട് യോജിക്കാനാവില്ല. കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ് ഇതിന് പിന്നിലുള്ളതെന്നും ഒന്ന് സൂക്ഷിച്ചും കണ്ട് നിന്നോളൂ എന്നുമാണ് ഇപ്പോൾ B ഗോപാലകൃഷ്ണൻ പ്രതിഭയ്ക്ക് ഒരു നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. B ഗോപാലകൃഷ്ണൻ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവയ്ക്കുകയായിരുന്നു. അതിങ്ങനെയാണ്: അഡ്വക്കേറ്റ് പ്രതിഭ MLAയെ വളഞ്ഞിട്ട് സൈബർ ആക്രമണം നടത്തി മാനസികമായി പീഡിപ്പിക്കുന്ന രീതിയോട് യോജിക്കാനാവില്ല. ഇതിന്റെ പിന്നിൽ ചരട് വലിച്ച കമ്മ്യൂണിസ്റ്റ് സാഡിസം അനീതിയും അപലപനീയവുമാണ്. CPM നേതൃത്വത്തിന്റെ അറിവോടെ കഞ്ചാവ് കേസിൽ അവരുടെ മകനെ കുടുങ്ങിയതോ ആണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അവർ ഒരു MLA മാത്രമല്ല, ഒരു സ്ത്രീയാണ്, അമ്മയാണ്. എന്തിന്റെ പേരിലാണെങ്കിലും ഇമ്മാതിരി വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് ശരിയല്ല. ഇതായിരുന്നു പ്രതിഭാഹരിയെ പിന്തുണച്ചുകൊണ്ട് B ഗോപാലകൃഷ്ണൻ പറഞ്ഞത്. പ്രതിഭാഹരിയുടെ കാര്യത്തിൽ കായംകുളത്ത് വലിയ രീതിയിലുള്ള വിമർശനം നേരിടുന്ന ഒരു CPMകാരിയാണ്. മാത്രമല്ല, ഇവരെ പാർട്ടിയിൽ പലർക്കും കണ്ടുകൂടാ. പാർട്ടിയിൽ തന്നെ പലരും പ്രതിഭാഹരിക്കെതിരെ പണി വെക്കാനും കാത്തിരിക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിലാണ് മകന്റെ കഞ്ചാവ് കേസ് വന്ന് പെട്ടുപോകുന്നത്. ഇത് വലിയ വിവാദം കത്തിച്ചിരിക്കുകയാണ്. ഇതിന് പിന്നാലെയാണ് പ്രതിഭാഹരിയും സംശയിക്കുന്നുണ്ടാകും CPMകാർ തന്നെ തന്റെ കാല് വാരി എന്നുള്ളത്. ഏതായാലും FIRലുള്ളത് ഇങ്ങനെയാണ്: പ്രതിഭ MLAയുടെ മകൻ കനിവിനെതിരായ കഞ്ചാവ് കേസിലെ FIRന്റെ പകർപ്പ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. കനിവ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തത് കഞ്ചാവ് കൈവശം വെച്ചതിനും ഉപയോഗിച്ചതിനും എന്ന് FIRൽ വ്യക്തമായി പറയുന്നുണ്ട്. കേസിൽ 9ാം പ്രതിയാണ് കനിവ്. സംഘത്തിൽ നിന്ന് പിടിച്ചെടുത്തത് 3 ഗ്രാം കഞ്ചാവ് കലർന്ന പുകയില മിശ്രിതം, പച്ച പപ്പായ തണ്ട് എന്നിവയാണ്. മകനെതിരെ ഉള്ളത് വ്യാജ വാർത്തയാണെന്ന വിശദീകരണവുമായി ഫേസ്ബുക്ക് ലൈവിലൂടെ പ്രതിഭ MLA രംഗത്തെത്തിയിരുന്നു. മാധ്യമങ്ങൾ കള്ളവാർത്ത നൽകിയെന്നും നിയമ നടപടി സ്വീകരിക്കും എന്നുമായിരുന്നു MLAയുടെ വാദം. അതിനിടെയാണ് FIR വിവരങ്ങൾ പുറത്തുവന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.